ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ബോറടിച്ചിരിക്കുന്ന ഒരു സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ തീരുമാനിച്ചു ഇന്ന് ഭാരതീയ മോളിൽ പോയിട്ട് വരാമെന്ന്. ഞങ്ങൾ ആക്ച്വലി ഔട്ട്സ്കേർട്സ് ഓഫ് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിയിലുള്ള റഷും ട്രാഫിക്കും ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഇതാണ് ഭാരതീയ മോൾ ഓഫ് ബാംഗ്ലൂർ. ഇത് ഒരു പ്ലാൻഡ് ഏരിയയാണ്. അതായത് റൈറ്റ് സൈഡിൽ ടെക് പാർക്ക്, ലെഫ്റ്റ് സൈഡിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ, പിന്നെ ഒരു മോൾ, സ്കൂൾ, ഹോസ്പിറ്റൽ, ഒരു ടൗൺഷിപ്പ് പോലെയുള്ളൊരു പ്ലാൻഡ് സിറ്റിയാണ് ഭാരതീയ സിറ്റി. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ് ഭാരതീയ മോൾ. ഇവിടെ മിക്ക ഈവനിങ്സും എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷനോ ഒരു കോൺസേർട്ട് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ ബോറടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെ വരാറുണ്ട്. ഇതാണ് ഭാരതീയ മോൾ ഓഫ് ബംഗളൂരു. പിന്നെ ഇവിടുത്തെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഓപ്പൺ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ബാംഗ്ലൂരിൻ്റെ തനതായ ആ ഒരു ബ്രീസ് ഉണ്ടല്ലോ, അതിവിടെ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് എത്ര നേരം വേണേലും ഇരിക്കാം. ഒരു ഐസ്ക്രീമോ ഫ്രഞ്ച് ഫ്രൈസോ വല്ലതുമൊക്കെ വാങ്ങിച്ച്, പിന്നെ കുറേ പേര് അവരുടെ പെറ്റ്സിനെ കൊണ്ടൊക്കെ വരും. ഒരു 6:30 ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും കൂടെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണെങ്കിലും നമുക്ക് മിങ്കിൾ ചെയ്ത് ഒരു ടൈം പാസിന് ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് ഭാരതീയ മോൾ ഓഫ് ബംഗളൂരു. മോളാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ നമ്മളുടെ ഡെയിലി പർച്ചേസസുള്ള സാധനങ്ങൾ മുതൽ ഹൈ എൻഡ് സ്റ്റോഴ്സ് വരെ ഇവിടെ അവൈലബിൾ ആണ് മോളിനകത്ത്. ഈ ബാക്കിൽ കാണുന്നതാണ് ലീല പാലസ്. ആക്ച്വലി ഞാൻ പറയാൻ വിട്ടുപോയി, ബാംഗ്ലൂർ ലീല പാലസ് ഈ ഭാരതീയ സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഓരോ സീസൺ അനുസരിച്ചുള്ള ഇവൻറ്റ്സ് മിക്കപ്പോഴും ഈ മോളിൽ, സാധാരണ മോളിൽ പോലെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒളിമ്പിക് സീസൺ നടക്കുന്ന കാരണം ഒളിമ്പിക് റിലേറ്റഡ് ഗെയിംസ്, പ്രഡിക്ഷൻസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവരിവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എൻറോൾ ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ ഗിഫ്റ്റ് വല്ലതും നമുക്ക് അടിക്കാം. കുറേ ആൻറ്റീക് ഷോപ്സും ഹൈ എൻഡ് സ്റ്റോഴ്സും, പിന്നെ നമ്മുടെ മെക്ഡി, KFC, ബർഗർ കിങ് പോലെയുള്ള ഈറ്ററീസും ഒക്കെ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒളിമ്പിക് സീസൺ ആയത് തന്നെ ഒളിമ്പിക്കിൻ്റെ ഒരു ലൈവ് സ്ട്രീമിങ് അവിടെ നടപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു മിനി ക്രിക്കറ്റ് കോർട്ട്യാർഡ് പോലെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ചേട്ടന്മാർ അതിൻ്റെ ഉള്ളിൽ കയറി ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. പ്രത്യേകിച്ചൊരു എയിമോ പർച്ചേസോ ഒന്നും മൈൻഡിലില്ലാതെ വന്നിരുന്നത് കാരണം കുറേ നേരം മോളിൽ തന്നെ ഞങ്ങൾ വെറുതെ സ്പെൻഡ് ചെയ്തു. പുറത്തും അകത്തുമായിട്ട് മോളിൻ്റെ ഉള്ളിൽ തന്നെ ആണെങ്കിലും കുറച്ച് ഓപ്പൺ സ്പേസ് പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ഒരു അധികം എയർ കണ്ടീഷനിങ് ഒന്നും ഈ മോളിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ബാംഗ്ലൂരിൻ്റെ ആ കാറ്റും എല്ലാം ഫുൾ മോളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ തലമുടി പറക്കുന്ന പോലത്തെ വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് വലിയ ആളായിട്ട് മുടിയൊക്കെ അഴിച്ചതാണ്. പക്ഷെ പിടിച്ച കിട്ടുന്നില്ല, വിചാരിക്കുന്ന രീതിയിൽ പറക്കുന്നില്ല. എന്നാൽ ഞാൻ ഫ്രണ്ടിലേക്കിട്ട് ബാക്കിലേക്ക് പറക്കുന്നത് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പം ഒരു രക്ഷയില്ല, അത്രയും കാറ്റ്. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് നമ്മുടെ നോർമൽ മോളിലൊക്കെ ഉണ്ടാകുന്ന പോലെ ടോയ് ട്രെയിൻ അതുണ്ട്, മസാല ചെയേഴ്സ്, അതൊക്കെ ഈ മോളിലുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്ത ടൈമിൽ ആക്ച്വലി ഈ മോൾ ഭയങ്കര കാലിയായിരുന്നു. തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അധികം പേർക്കൊന്നും അറിയില്ലായിരുന്നു ഭാരതീയ സിറ്റി തന്നെ. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് പാർക്കിംഗ് ഒക്കെ എപ്പോഴും ഫുള്ളാണ്. അന്ന് പാർക്കിങ്ങിനൊക്കെ ഫീസ് പോലും ഉണ്ടായിരുന്നില്ല, കാരണം ആരും വരുന്നുണ്ടായിരുന്നില്ല മോളിൽ. പക്ഷേ ഇപ്പോൾ പാർക്കിംഗ് ഫീസൊക്കെ ആയി, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോഴ്സും ഓപ്പണായി. നമ്മൾ വന്ന സ്ഥിതിക്ക് ഹോം സെൻറ്ററിൽ പോയി ഒരു ടേബിൾ മാറ്റും പിന്നെ സ്മാർട്ടിൽ കയറി കുറച്ച് അത്യാവശ്യമുള്ള പലചരക്ക് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു. മോളിൻ്റെ പുറത്തിറങ്ങി. മോളിൻ്റെ പുറത്തുനിന്ന് പോകുന്ന ഈ വഴിയാണ് ആക്ച്വലി ഭാരതീയ സിറ്റി പ്രോപ്പറായിട്ട് കാണാൻ പറ്റുക. പുറകിലൊരു ഗ്രൂമിങ് പെറ്റ്സ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ റോഡ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടെക് പാർക്ക്, ഭാരതീയ ടെക് പാർക്ക്.
അവിടെ IBM ഉണ്ട്, മിസ്റ്റർ ബുഷി, അങ്ങനെ എനിക്ക് തോന്നുന്നു നോക്കിയ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ കുറേ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ചമൻ ഭാരതീയ സ്കൂള്. പിന്നെ കാണുന്ന ഹൈ റൈസ് ബിൽഡിംഗ് ആണ് നിക്കു ഹോംസ്. ഭയങ്കര പോഷ് ഏരിയ ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഫ്ലാറ്റ്സ് ആണെങ്കിലൊക്കെ 1 BHK ഒക്കെ ഓൾമോസ്റ്റ് 1 crore ഒക്കെയാണ് ഇവിടെ റേറ്റ്. ഇത് ടെക് പാർക്കിൻ്റെ ജോഗിങ് ട്രാക്ക്, റിലാക്സിങ് ഏരിയ. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ ഹോസ്റ്റലെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അത് സ്കൂളിൻ്റെ ഹോസ്റ്റലാണോയെന്ന് എനിക്ക് ഉറപ്പില്ല. ഇതിൽ ഈറ്ററീസ്, ബാക്കിലാണ് ഹോസ്പിറ്റൽ, ഇതാണ് എക്സിറ്റ്.